ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് സ്റ്റോർ. അപ്പോൾ ഇത് നാടൻ റെസിപ്പി നമ്പർ 2 ആണ്. ചക്കക്കുരുവും അതിൻ്റെ പാടയും കൂടി തോരൻ വയ്ക്കുകയാണ്. തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കൈപ്പിടി ചക്കക്കുരുവും അതുപോലെ ഇത്രത്തോളം പാടയും കൂടി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ പാടയും നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ചക്കക്കുരു നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് വേവൊന്ന് നോക്കാം. വെന്തിട്ടില്ല എങ്കിൽ അല്പം സമയം കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചക്കക്കുരുവിന് ആവശ്യത്തിന് വേവായിട്ടില്ല. ഞാനിത് അല്പസമയം കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. എനിക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചക്കക്കുരുവിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. തോരനായതുകൊണ്ട് ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാവും. എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തേങ്ങ തീരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് അരമുറി എടുത്തത്. വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മുഴുവൻ വേണ്ടി വരില്ല. ഇതിലേക്ക് ഇത്രത്തോളം ഒരു 1/2 ടീസ്പൂണോളം വരും ജീരകം ഇട്ട് കൊടുക്കുകയാണ്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 5-6 കാന്താരിമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. തേങ്ങ ഒതുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് കീറിയതിട്ട് കൊടുക്കുകയാണ്. അല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു 1/2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചക്കയുടെ പാട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം മാത്രം വെള്ളം തളിച്ചു കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. തോരൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പാട വേകാനായിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു പാട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ടൈമാണ്. ആർക്കും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ പച്ചക്കറികൾക്കൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ചക്കയുടെയും ഒക്കെ ഒരു സീസണാണ്. അപ്പം ചക്കയും ചക്കക്കുരുവും ചക്കയുടെ പാടയൊക്കെ ഇതുപോലെ തോരൻ വയ്ക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നമ്മുടെ നാടൻ വിഭവങ്ങളിലേക്ക് തിരിച്ചു പോവാം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണും വരേക്കും ഇറ്റ്സ് മീ അഞ്ജലി സൈനിങ് ഔട്ട്.